പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തോറ്റതിന് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ പോയ കൗരവരുടെ അവസ്ഥയായിരിക്കുകയാണ്. സ്ഥലജലഭ്രമം ബാധിച്ചിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയില്ല. പണ്ട് ഇതുപോലൊരു മുദ്രാവാക്യം കേരളത്തിൽ നമ്മൾ കേട്ടു, കേരന്തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി നമ്മെ നയിക്കും. അങ്ങനെ കേരന്തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി നമ്മെ നയിക്കുമെന്ന് പറഞ്ഞ് ഗൗരിയമ്മയെ മുൻനിർത്തി ഇലക്ഷന് ജയിച്ചതിന് ശേഷം EMS പറഞ്ഞു എന്ന് പറയുന്നത് ഈ ചോത്തിയാണോ, ചോവത്തിയെയാണോ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ ചോവത്തിയാണോ മുഖ്യമന്ത്രി ആക്കുന്നതെന്ന്, അങ്ങനെ ചോവത്തി ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ആകണ്ട എന്ന് EMS തീരുമാനിച്ചുവെന്ന് ഗൗരിയമ്മ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ല കേട്ടോ, എനിക്ക് ഇതിനകത്തൊന്നും അഭിപ്രായമില്ല. ഇപ്പം ഇതാ വേറൊരാളിനെ മുൻനിർത്തി വേറൊരു വനിതയെ ഒന്നുകൂടി അപമാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ CPM? അവരിപ്പോൾ എയർ ഔട്ട് ചെയ്ത് വിടുന്ന കാര്യം KK ശൈലജയാണ് അടുത്ത മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രി വരുന്നു. KK ശൈലജ അമ്മ മുഖ്യമന്ത്രി ആവുന്നു എന്ന് പറഞ്ഞ് ഒരു എയറിലേക്ക് ഒരു സാധനം ഇട്ടിട്ടുണ്ട്. പല ചാനലുകളും ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സുഭാഷിതൻ ചാനൽ വളരെ നേരത്തെ ഈ വാർത്ത പുറത്തുവിട്ടതാണ്. കാരണം അങ്ങനെ ചിന്തിച്ചാൽ ഒരുപക്ഷെ CPM-ന് ഒരു ജീവവായു കിട്ടും, അല്ലെങ്കിൽ ജീവശ്വാസം കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ കണ്ണൂരിൽ നിന്നുള്ള തന്നെ കാര്യം, കണ്ണൂരിൽ നിന്ന് ഒരാളിനെ വെച്ചല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കണ്ണൂർ ലോബി സമ്മതിക്കത്തില്ലല്ലോ. നയനാര് വന്നു, അച്യുതാനന്ദനെ മാത്രം ഒഴിച്ച് ബാക്കി എപ്പോഴും കണ്ണൂരിൽ നിന്നുള്ള ആളുകളല്ലേ, തൃശ്ശൂരിന് മുകളിലോട്ടല്ലേ പറ്റുള്ളൂ CPM-ന്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് എടുക്കാൻ EP ജയരാജനെ പറ്റത്തില്ല. അദ്ദേഹം ചിറ്റപ്പൻ കളി കളിച്ച് അദ്ദേഹം വന്നതെല്ലാം പോയി നശിപ്പിച്ചു. MP ജയരാജൻ പിന്നെ അതിന് പറ്റിയ ഒരാളല്ല മുഖ്യമന്ത്രി. പിന്നെ P ജയരാജൻ ഔട്ട് ഓഫ് ഫോക്കസിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ ഈ ജയരാജന്മാരില്ല. പിന്നെ അവിടെ ആകെപ്പാടെ ഉള്ളത് പിന്നെ വളരെ താഴെയുള്ള KK രാജേഷ്, MP രാജേഷ് അല്ല, പിന്നെ വേറൊരു വേറെ രാജേഷ് ഉണ്ട്. ഈ കണ്ണുനീർത്തുള്ളി സ്ത്രീയോട് ഉപമിച്ച് കരഞ്ഞൊരു രാജേഷ് ഉണ്ട്, അസംബ്ലിയിൽ കരഞ്ഞൊരു രാജേഷ് ഉണ്ട്. ആ രാജേഷ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ജൂനിയറാണ്. അപ്പൊ പിന്നെ ആകെപ്പാട് അവിടെയുള്ള ഏക പെൺതരി ആൺതരിയും ഏത് തരി എടുത്താലും ഏക ഉള്ളത് KK ശൈലജ ടീച്ചറാണ്. അപ്പൊ ശൈലജ ടീച്ചറിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ എന്ത് എന്നാണ് CPM ഇപ്പോൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ അവസാനം കിട്ടുന്ന വാർത്ത. അത് ആയാലും പ്രയാസമായിരിക്കും. കാരണം ഇപ്പുറത്ത് സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാൽ ആരായാലും അവർ 3 പേരും മത്സരിച്ചാലും പ്രയാസമായിരിക്കും. കാരണം വേറൊരു ആംഗിളിലേക്കാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിലാണ് ഒരു ഉഡായിപ്പ്, 3-4 ഉഡായിപ്പ് പദ്ധതികൾ വീണ്ടും പിണറായി വിജയൻ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ഉഡായിപ്പ് എന്ന് പറയുന്നത് ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് 35 വയസ്സിനോ 60 വയസ്സിനോ ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുന്ന ഒരു ഉഡായിപ്പ് പരിപാടി. അത് സമ്പൂർണ്ണ ഉഡായിപ്പാണ്. എന്ന് പറഞ്ഞാൽ എന്താ ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ, ഒന്ന് മഞ്ഞ കാർഡുള്ളവർക്ക് കിട്ടൂല, പിങ്ക് കാർഡുള്ളവർക്ക് കിട്ടൂല, പിന്നെ അന്നയോജന കിട്ടുന്നവർക്ക് കിട്ടത്തില്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു പെൻഷൻ കിട്ടുന്നവർക്കും കിട്ടത്തില്ല, പിന്നെ അംഗപരിമിത പെൻഷൻ കിട്ടുന്നവർക്ക് പോലും കിട്ടത്തില്ല, അങ്ങനെ മറ്റൊരു ആനുകൂല്യം കിട്ടുന്നവർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ അത് വളരെ കുറച്ച് പേർ കൊടുക്കുന്ന ഒരു ടോക്കൺ മണി പോലത്തെ ഒരു പരിപാടിയായിട്ട് അത് മാറുന്നു എന്നൊരു ആക്ഷേപം ശക്തമാണ്. തോമസ് ഐസക് ചെയ്ത വലിയൊരു ചതിയാണ്. സാധാരണ ഒരു വിധവ പെൻഷൻ കിട്ടുന്ന അമ്മ അംഗനവാടിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള 1500 ഒരു ഹെൽപ്പർ 1500 രൂപ കിട്ടുമെങ്കിൽ അവർക്ക് ഒരു വിധവ പെൻഷൻ കൂടി 2000 രൂപ, 2000 ഇപ്പോഴാണ് ആക്കിയത്, നേരത്തെ കുറവാണ്. ചെറിയൊരു പെൻഷൻ കൂടെ കിട്ടാൻ, ഒരു സാമൂഹ്യ പെൻഷൻ കിട്ടുമ്പോൾ ഒരു 10,000-3000 രൂപ കിട്ടുമായിരുന്നു. പക്ഷെ അതിനെല്ലാം വെട്ടി 2 പെൻഷൻ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ വലിയ ഹൈപ്പൊക്കെ ഉണ്ടാക്കി. ആര് കേട്ടാലും ശരിയാണ്, 2 എണ്ണം വാങ്ങുന്നു, ഒരെണ്ണം പോലെ കേട്ടാത്തൊന്ന് 25,000 രൂപ പെൻഷൻ ഉണ്ടെന്ന്. ആ രീതിയിലൊക്കെ തട്ടിപ്പേർത്തി പാവങ്ങളെല്ലാം പറ്റിച്ചു. എന്നും പാവങ്ങളെ പറ്റിച്ച് ആട്ടിങ്ങനെ കൊല്ലാൻ കൊണ്ടുവന്ന ആട്ടിന് കുഴ കൊടുക്കുമ്പോഴുള്ള ചില പരിപാടികളാണ്. അങ്ങനെ അതൊരു ഉഡായിപ്പ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ഉഡായിപ്പുകാരനെയാണ്, സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം. അതെന്താ പറഞ്ഞാൽ വീടാന്തരം കയറി ഇറങ്ങി ആളുകൾ എന്ത് പറയാൻ ആളുകൾ പച്ചയ്ക്ക് പറഞ്ഞല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ആളുകൾ പറഞ്ഞു നിങ്ങൾ വോട്ട് തരൂല, നിങ്ങൾ വിശ്വാസികളുടെ കൂടെ അല്ല. 1957 പറഞ്ഞു നിങ്ങൾ വിശ്വാസികളുടെ കൂടെ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വോട്ട് തരാം, പിന്നെ ഞങ്ങളെ പറ്റിച്ചു. ഇപ്പൊ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പറഞ്ഞല്ലോ നിങ്ങൾ ശരിയാവില്ല, മാറി നിൽക്കിയെന്ന് പറഞ്ഞല്ലോ, ഇനി UDF വരട്ടെ എന്ന് പറഞ്ഞല്ലോ. വീണ്ടും ഒരു ഉഡായിപ്പ്, കുറെ ആളുകളെ പറ്റിച്ചേർക്കൊണ്ട് 10,000 പേരെ പരിശീലിപ്പിച്ച് വീടാന്തരം പോയി സർവേ ഫോം വെച്ച് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ സർക്കാരിനെ കാണുന്നത്, പിണറായി വിജയൻ എങ്ങനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർവേ എടുക്കാൻ വേണ്ടി സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഉഡായിപ്പ് പരിപാടി വരുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും വലിയ ഉഡായിപ്പാണ് നടന്നത് വിജ്ഞാന കേരളം എന്ന് പറഞ്ഞ ജ്ഞാന നിർമ്മിതി കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ്. അത് ഭയങ്കര ഉഡായിപ്പായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 10,000-കണക്കിന് ആളുകളെ, ചെറുപ്പക്കാരെ എല്ലാം വിളിച്ചു കൂട്ടുക, അവരോടെല്ലാം രജിസ്റ്റർ ചെയ്യാൻ പറയുക പോർട്ടലിൽ, എന്നിട്ട് അവിടെയുള്ള നാട്ടിൽ കിടക്കുന്ന സ്വകാര്യ കമ്പനികളോടും കുഞ്ഞു സ്ഥാപനങ്ങളോടൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറയുക. അവസാനം ജോലി കിട്ടുന്നത് അറ്റൻഡറും പിയൂണും ബിൽ കളക്ടറും, അങ്ങനെ അതെവിടെ സർക്കാരിലല്ല, ഈ പല സ്വകാര്യ സ്ഥാപനങ്ങളിൽ 1000, 2000, 3000, 5000 രൂപയ്ക്ക് ജോലി കിട്ടുന്ന പരിപാടിയായിട്ട്
വാമനപുരം ബ്ലോക്ക് എന്ന് പറയുന്ന എനിക്ക് പരിചയമുള്ള ഒരു ബ്ലോക്ക് തിരുവനന്തപുരം ജില്ലയിലെ 16,000 പേര് രജിസ്റ്റർ ചെയ്തു. അവസാനാവധി 8,000-ആയി 2,000-ആയി വളരെ കുറഞ്ഞ നമ്പറായി. അതിലൊരു 4-5 പേർക്ക് ഈ പറഞ്ഞ മഹീന്ദ്ര കമ്പനി എവിടെയൊക്കെ ജോലി കിട്ടി. ഈ മഹീന്ദ്ര കമ്പനി അടക്കമുള്ള മുത്തൂറ്റ് ബാങ്ക് അടക്കമുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളെല്ലാം അവരല്ലെങ്കിലും ആളുകളെ ലക്ഷക്കണക്കിന് ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതല്ലേ. അതിനെന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി? അതിന് റിസോഴ്സ് പേഴ്സൺ, ജില്ലാതല റിസോഴ്സ് പേഴ്സൺ, കീ റിസോഴ്സ് പേഴ്സൺ, കമ്മ്യൂണിറ്റി അംബാസഡർ, അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞ് കുറേ പേർക്ക് ജോലി കൊടുത്തു. സേവനത്തിനും ഉള്ളവരുണ്ട്. 5,000 രൂപ നാഷണൽ ലൈവ്ലിഹുഡ് മിഷന്റെ കുടുംബശ്രീയുടെ പൈസ എടുത്ത് വളരെ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഇതൊന്നും BJP നോക്കാൻ BJP സമയമില്ല, അവർക്ക് അറിഞ്ഞും കൂടാ. അതേസമയം നാഷണൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറഞ്ഞ കുടുംബശ്രീക്കകത്തുള്ള പൈസ എടുത്ത് 5,000 രൂപ വീതം കുറെ പേരെ പോസ്റ്റ് ചെയ്ത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. താഴെ പോയി വലിയ ബഹളം ഉണ്ടാക്കും. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ ഒരു സംഘം അങ്ങോട്ട് ചെല്ലുന്നു, അങ്ങ് ജോലിയുടെ ബഹളം ഉണ്ടാക്കുന്നു, വലിയ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നു, പ്രഭാഷണം നടത്തുന്നു, ക്ലാസ് നടത്തുന്നു, അവസാനം രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു. 1000-കണക്കിന് പേർ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവരെ ഫിൽട്ടർ ചെയ്യുന്നു. എല്ലാ ബഹളവും കാണിച്ചു കഴിയുമ്പോൾ 4-5 പേർക്ക് ഇതുപോലത്തെ ചില സ്ഥലങ്ങളിൽ ജോലി കിട്ടുന്നു. എന്തൊരു ഉടായ്പാന്നറിയാവോ? എന്നിട്ട് കോളേജുകളിൽ പണ്ട് അലുമിനിയുടെ ലിസ്റ്റ് എടുക്കുന്നു. അവർ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു അതൊക്കെ എടുത്തിട്ട് അതെല്ലാം ഇതിൽ കയറ്റുന്നു. വേണ്ട ഉടായ്പാണ്. അപ്പോൾ അങ്ങനെ ഈ ഉടായ്പ പദ്ധതികളും കൂടെ കൊണ്ട് ഇത് പിടിക്കാൻ പറ്റുമെന്ന് 3 ഉടായ്പ പദ്ധതികളാണ് ഇപ്പോൾ. ഇന്ന് ഈ വനിതകളുടെ ഉടായ്പ 3 ഉടായ്പാണ്. ഈ 3 ജനങ്ങളെടുത്ത് ജ്ഞാനകേരളം ചെറുപ്പക്കാരുടെ ദൂരെ എറിഞ്ഞു. അവരാരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. എന്നാലും ഉടായ്പാണ്. എന്താണ്? ഒരു മൊബൈൽ ആപ്പ് ഇറക്കിയതിന് ശേഷം, സർക്കാരിന്റെ വിജ്ഞാന കേരളത്തിന് പകരം മൊബൈൽ ആപ്പ് ഇറക്കിയതിന് ശേഷം അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് ഈ കമ്പനികൾ കൊടുത്താൽ ജോബ് മേള നടത്തുന്നു. ജോബ് മേളയിൽ കുറെ ആളുകൾ വരുന്നു. അവിടെ എല്ലാം ചാപ്പാടാണ്. ഈ ചാപ്പാടടിച്ച് കുറെ പരിപാടികളാണ്. വല്ല കാര്യമുണ്ടോ? കുറെ കാലം ചാപ്പാടടിച്ച് ജനകീയ ആസൂത്രണം, വികേന്ദ്ര ആസൂത്രണം, ഞാനും അടിച്ച് ഒരുപാട് ചാപ്പാട്, ഒരുപാട് ചിക്കൻ ഞാനും ഒക്കെ അടിച്ചാണ്. വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും താഴെ നടന്നോ? ഒരു ജനകീയ ആസൂത്രണം നടന്നില്ല, ഒരു അധികാര വികേന്ദ്രീകരണം നടന്നില്ല, ഒരു വികേന്ദ്ര ആസൂത്രണം നടന്നില്ല, ഒരു അയൽക്കൂട്ടവും നടന്നില്ല, ഒരു ഗ്രാമസഭയെന്നൊരു തീരുമാനവുമില്ല, ഒരു സുതാര്യതയുമില്ല, ഒന്നുമില്ല. പോസ്റ്റ്മാന്റെ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 10-35 വർഷമായി സംസ്ഥാന കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യുന്ന അതേ പണി അതേ രൂപത്തിൽ അതിനേക്കാൾ അഴിമതിയോടുകൂടി താഴെത്തട്ടിൽ ചെയ്യുന്നു. വേറെ ഒരു കാര്യമില്ല. എന്നാൽ അഴിമതി ഇല്ലാത്ത ഒരുപാട് പഞ്ചായത്തുകളുണ്ട് കേട്ടോ. ഒരുപാട് ബ്ലോക്കുകളും ഒരുപാട് പഞ്ചായത്തിലെ സ്ഥാപനങ്ങൾ അഴിമതി ഇല്ലാത്തതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ വേറെ തമാശ എന്തിനാ? കഴിഞ്ഞ വർഷത്തെ ഇതുവരെയുള്ള കഴിഞ്ഞ വർഷം പോട്ടെ, ഈ ഡിസംബർ വരെയുള്ള കണക്കെടുക്കുമ്പോൾ 33% ഫണ്ടേ ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി 4 മാസം കൊണ്ട് വേണം ബാക്കി 67% ഫണ്ട് ചിലവാക്കാൻ. ആര് ചിലവാക്കാനാണ്? അപ്പൊ ഇതെല്ലാം ഉടായ്പ പദ്ധതികളാണ്. ജനങ്ങളെ പറ്റിക്കുന്ന ഉടായ്പ പരിപാടികളുമായിട്ട് ജനകീയം എന്നൊക്കെ പേരൊക്കെ ഇട്ട് മധുര മനോഹര സുന്ദരമായ വാക്കുകളൊക്കെ അടിച്ച് ഒരേ ആളുകൾ തന്നെ ഇങ്ങനെ സഞ്ചി അടിച്ച് 10-50 വർഷം കൊണ്ട് കേരളത്തെ നിരുപാധികം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെന്നാണാവോ ഇല്ലാതാവോ എന്ന് നമുക്കറിയില്ല. ഈ പറ്റിപ്പും തട്ടിപ്പും പരിപാടികൾ മാറ്റി യഥാർത്ഥ ഒരു കേരളം ഉണ്ടാക്കിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. 1 ലക്ഷം കോടി രൂപ വിദേശത്ത് നിന്ന് വരുന്ന കേരളം, കോടാനുകോടി ചെറുപ്പക്കാർ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായിട്ടുള്ള കേരളം, ലോകത്തിലെ ഏറ്റവും നല്ല ഭൂമിശാസ്ത്ര പ്രദേശമുള്ള ഒരു കേരളം, നദികളും പുഴകളും തോടുകളും അതുപോലെ തന്നെ വളരെ മനോഹരമായ മണ്ണും എല്ലാ സംവിധാനമുള്ള ഒരു കേരളം. ഈ കേരളത്തെ സ്വപ്നസുന്ദരമാക്കാൻ പറ്റിയ എല്ലാം ഇവിടെയുണ്ട്. പക്ഷേ ഈ ഉടായിപ്പ് ചേട്ടന്മാരാണ് അതിനെല്ലാം കേവല അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കേവല വോട്ട് ബാങ്ക് പരിപാടികൾക്കും വേണ്ടി മാസിനെ ഇങ്ങനെ ആട്ടുംപറ്റത്തെ തെളിച്ചുകൊണ്ട് പോകും പോലെ മാസിനെ കൊണ്ടുപോയി ഇങ്ങനെ മയക്കി കിടത്തിയിരിക്കുകയാണ്. ആ സ്വപ്ന ലോകത്താണ് ചെറുപ്പക്കാരെയും ആളുകളെയും ഇങ്ങനെ മയക്കി കിടത്തുന്നത്. ഇതിന്റെ ഒരു കാലം മാറ്റം വരുമെന്നേ, പ്രകൃതിയിൽ മാറ്റം ഉണ്ടാവുമല്ലോ, അത് ഏതിൻ്റെയെങ്കിലും രൂപത്തിൽ വരും. ഇപ്പോഴെന്തായാലും നമ്മൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ KK ശൈലജ ടീച്ചറിനെ വെച്ചുകൊണ്ടാണ് ശൈലജ ടീച്ചറിനെ വെച്ചുകൊണ്ടാണ് അടുത്ത പരീക്ഷണം എന്നാണ് കേൾക്കുന്നത്. ടീച്ചർ ഈ ട്രാപ്പിൽ വീഴരുത്. പണ്ട് നമ്മൾ KR ഗൗരിയമ്മയെ സൂപ്പിട്ട് പറ്റിച്ചതാണ്. നിങ്ങൾ ഇതിൽ വീഴരുത്. നിങ്ങളെ പറ്റിക്കും. നിങ്ങളെ മുമ്പിൽ നിർത്തും, ചേട്ടത്തിയെ മുമ്പിൽ നിർത്തും, അനിയത്തിയെ കല്യാണം കഴിപ്പിക്കും, അല്ലെങ്കിൽ അനിയത്തെ മുമ്പിൽ കാണിക്കും, ചേട്ടത്തിയെ കല്യാണം കഴിപ്പിക്കുന്ന പരിപാടി കൊണ്ട് സൂക്ഷിച്ചോണം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പാവം 2ാം ഗൗരിയമ്മയായി മാറാൻ നിങ്ങൾക്കൊരവസരം ഉണ്ടാകാതിരിക്കട്ടെ.